നമ്മുടെ പഞ്ചീവി പോലെയുള്ള പുതിയ പല വണ്ടികൾക്കും ഇപ്പോൾ എന്തില്ല സ്റ്റെപ്പിനി ടയറില്ല. അപ്പോൾ പഞ്ചീവിക്കും സ്റ്റെപ്പിനി ടയറില്ല. ഒരു പഞ്ചർ കിറ്റേ ഉള്ളൂ. ലോങ് പോകുമ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ പഞ്ചർ കിറ്റ് പ്രയാസമാണ്. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചത് എന്ന് വെച്ചാൽ മാഷേ, നമ്മൾ അതിൻ്റെ സൈഡിനെ ബാക്കിൽ ഡിക്കിൽ ഒരു കുഴിയൊക്കെ ഉണ്ട്. അവിടെ സെൻട്രൽ ലൈൻ്റെ എല്ലാ സ്ഥാനങ്ങളുണ്ട്. അവിടെ ഒരു കിറ്റ് വെറുതെ വെച്ചിരിക്കണം. അപ്പോൾ അവിടെ നമുക്കൊരു സ്റ്റെപ്പിനി ടയർ വെക്കാൻ കഴിയുമോ എന്നൊരാൾ സംശയം ചോദിച്ചത്. അപ്പോൾ ഞാനത് ആരെങ്കിലും മറുപടി പറയണം. നമ്മുടെ ന്യൂ പഞ്ച് EVയിൽ സ്റ്റെപ്പിനി ടയർ ഇല്ലാത്തത് കൊണ്ട് ആ സ്പേസിൽ അതെങ്ങനെയെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് സ്റ്റെപ്പിനി ടയർ വെക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അത് ഒരാൾ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അത് കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും വേണം. അങ്ങനെ പറ്റുമെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പിനി ടയർ വെച്ചാൽ കൊള്ളാമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. കാരണം ലോങ് ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രിയാണെങ്കിൽ പഞ്ചറായ നല്ല പ്രയാസമാവും. അപ്പോൾ പകലാണെങ്കിൽ തന്നെ പ്രയാസമാവും. ഈ കിറ്റേറ്റൊക്കെ പോയാൽ എത്ര എങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടയർ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് പിന്നെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് പഞ്ചർ ടയർ ഒരു സ്റ്റെപ്പിനി ടയർ വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾ ഇത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ. നമ്മളെ വണ്ടിയുടെ ഡിക്ക് തുറന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാ വണ്ടിയിലും നമുക്കതിൽ കാണാവുന്ന ചില കാര്യങ്ങൾ ഒന്ന് നമ്മുടെ ജാക്കിയാണ്. ജാക്കി ലിവർ, അതുപോലെ വീൽ സ്പാൻഡർ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിന് അതിൻ്റെയൊക്കെ ആവശ്യമായ ബോക്സുകളുണ്ട് എന്നല്ലാതെ അതിൻ്റെ ഒക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ സ്പേസിലൊന്നും സാധനമില്ല. ഇത് നമ്മുടെ ചാർജറിൻ്റെ ബാഗ്, അതുപോലെ കെട്ടിവലിക്കാനുള്ള സാധനം കൃത്യമായി വെച്ചിട്ടുണ്ട്. അത് നിർബന്ധമാവുന്നവർക്കറിയാം. അപ്പോൾ അതോടെ അത് കൃത്യമായി വെച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചർ കിറ്റും ഉണ്ട്. ഈ ബോക്സ് എടുക്കാൻ പറ്റും. ഞാനൊരു വീഡിയോ കണ്ടിരുന്ന ഈ ബോക്സ് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല. ഈ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ടയർ വെക്കാൻ പറ്റുമെന്നാണ് എൻ്റെ സംശയം. അപ്പോൾ ആരെങ്കിലും അറിയുന്നവർ ചെയ്തവരുണ്ടെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഒന്ന് ചെയ്യണം.